ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അത് അങ്ങനെയുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സാകുകയാണ്. അദ്ദേഹത്തിനുള്ള എന്നെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് വായിക്കാനിടയായി. അതിന് മുമ്പ് ഒരുപാട് അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്ന മുഖമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു മെലിഞ്ഞുണങ്ങിയ രൂപം, നീണ്ട മുടി, പഴകിയ വസ്ത്രങ്ങൾ, വൃത്തിയുള്ളതാണെങ്കിലും അത് ഇസ്തിരി ഇടണമെന്നൊന്നുമല്ല, ഉള്ള നിർബന്ധമൊന്നുമില്ല. അതായത് തേച്ച് പൊടിയായിട്ട് ഉള്ള വസ്ത്രങ്ങളൊന്നുമല്ല ധരിക്കുന്നത്. മുണ്ട് കൊടുത്ത് ഇങ്ങനെ ഉള്ള ഈ ഉടുപ്പ് ഇട്ട് തോളിലൊരു സഞ്ചി അതും തൂക്കിയാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ്. അത് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ആരാണ്, എങ്ങനെയുള്ള ജീവിതമാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. ലാളിത്യം എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രനെ നോക്കിയാൽ മതി. അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ഉയർന്നു പോയിട്ടുണ്ട്. അത് ആദ്യം അദ്ദേഹം വളരെ ചെറിയ നാളിൽ അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ എടുത്ത് ഒരു AKG പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ കൊണ്ടുപോയി അമ്മ ഈ മകനെ എടുത്തുയർത്തി. വളരെ ചെറുതായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം AKGയുടെ കഴുത്തിലൊരു മാലയിട്ടു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും ഏറ്റവും വലിയ ഓർമ്മയാണ്. അമ്മ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നീ AKGക്ക് മാലയിട്ടവനാണ്, AKGയുടെ കഴുത്തിൽ മാലയിട്ടവനാണ്. അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അദ്ദേഹത്തിന് വളരെ ഒരു വലിയ അഭിനിവേശമായിരുന്നു. അങ്ങനെ 1964 16-ാം വയസ്സിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത്, പാർട്ടി മെമ്പറായത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ AKG CPM ആയിരുന്നെങ്കിൽ പോലും പന്ന്യൻ രവീന്ദ്രൻ CPIയിൽ തന്നെ ഉറച്ചു നിന്നു, CPIയിൽ ഉറച്ചു നിന്നു. ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു ചാഞ്ചല്യം അധികം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഈ സ്ഥാനമാനങ്ങളുടെ പുറകെ ഒന്നും പോയിട്ടില്ല, സൗഭാഗ്യങ്ങളുടെ പുറകെ പോയിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒന്നിനോടും ആർത്തിയില്ല, ഒന്നുമില്ല, കഷ്ടിച്ച് ജീവിച്ചു പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. സ്വന്തമായിട്ടൊരു വാഹനം പോലും ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അതില്ലാതാവാൻ കാര്യം എന്ന് പറയുന്നത്, സർക്കാർ വണ്ടിയിൽ അദ്ദേഹം കയറിയിട്ടില്ല, ഒരു തവണയേ കയറിയിട്ടുള്ളൂ. ഒരു തവണ കയറിയെന്ന് പറഞ്ഞാൽ ചടയമംഗലത്ത് ഒരു പാർട്ടി യോഗം കഴിഞ്ഞിട്ട് തിരിച്ച് ബസ് കാത്ത് നിൽക്കുകയാണ് MN സ്മാരകത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ അന്ന് ശ്രീ വിളിയം ഭാർഗവനാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹം ഇതുപോലെ ഉള്ള ഒരു പ്രതിരൂപം തന്നെയാണ് വിളിയം ഭാർഗവനും. അങ്ങനെ കുറേ നേതാക്കളുണ്ടായിരുന്നു കേട്ടോ CPIയിൽ. കറതീർന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാർ, സഖാക്കളെന്ന് പറയാവുന്നവർ. അതിൽ MN ഗോവിന്ദൻ നായർ, അതേപോലെ ശ്രീ അച്യുതമേനോൻ, അതുപോലെ ചന്ദ്രശേഖരൻ നായർ, പിന്നെ ഇത് തുടങ്ങി ഉള്ള ഈ പറഞ്ഞ പോലെ വിളിയം ഭാർഗവൻ, PK വാസുദേവൻ നായർ, ഇവരൊക്കെ അങ്ങനെയുള്ള നേതാക്കളാണ്. അവർ കാണിച്ചു കൊടുത്ത മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിന്ന് പല പാർട്ടി സഖാക്കളും അതൊക്കെ മറന്നുപോയി. CPI പോലും അത് മറന്നുപോയ ആളുകളുണ്ട്. എന്നാലും കുറേ ആളുകളെങ്കിലും ഇത് ഓർക്കുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ CPIയിൽ ഉള്ള കുറേ ആളുകൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ശ്രീ പ്രകാശ് ബാബു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു വക്കീലാഫീസിലുണ്ടായിരുന്നവരാണ്. അതേപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന ശ്രീ രാജു, അദ്ദേഹവും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പിന്നെ എൻ്റെ അമ്മാവൻ മരിച്ചുപോയി. അദ്ദേഹം CPIയുടെ വലിയൊരു പ്രവർത്തകനായിരുന്നു. പാർട്ടി സ്ഥാനമൊന്നുമില്ലെങ്കിൽ പോലും വളരെ വലിയ പ്രവർത്തകനായിരുന്നു CPIയുടെ. അത് മരിക്കുന്നവരങ്ങനായിരുന്നു. അപ്പോൾ ഈ പാർട്ടിയായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് അടുപ്പമുണ്ട്. അപ്പോൾ അതിൽ ഈ നോക്കിക്കാണുമ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഇതുപോലെ ചടയമംഗലത്ത് എന്ന ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ നായരുടെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം മന്ത്രിയാണല്ലോ, പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാർ വന്നു, ഗവൺമെൻറ് കാറാണ്. അതിനകത്ത് കയറി MN സ്മാരകത്തിൻ്റെ അവിടെ കൊണ്ടിറക്കിയിട്ട് പോയി.
പിറ്റേന്ന് രാവിലെ വെളിയം ഭാർഗവൻ ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, രവി ഇന്നലെ വന്നത് ഈ സർക്കാർ കാറിലല്ലേ? അതെ. അത് വേണ്ട കേട്ടോ, ഇത് നമുക്ക് പറ്റിയതല്ല. നമ്മളെ പാർട്ടിക്കാരെ നമ്മളെ ആളുകൾ നോക്കും. അപ്പോൾ ഈ സർക്കാരിനേക്കാളും മുകളിലാണ് നമ്മുടെ പാർട്ടി സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അപ്പോൾ ഇത് നമ്മളെ ആളുകൾ ശ്രദ്ധിക്കും, നോക്കും. നമുക്കിത് വേണ്ട, ഇങ്ങനെ വേണ്ട, അപ്പം അത് നമ്മൾ ഉപയോഗിക്കേണ്ട. അതിൽ പിന്നെ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ സർക്കാർ വണ്ടി കയറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് ആ വാക്ക് പാലിക്കുന്ന ആ മനുഷ്യന് ഒരു നല്ല ഒരു ഉപദേശമാണ് കിട്ടിയത്. ആ ഉപദേശം ശിരസാ വഹിച്ച അദ്ദേഹം അതുകൊണ്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ രീതിയിലുണ്ട്. അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് 2005 തിരുവനന്തപുരത്ത് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പം ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ ONV ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം നിർബന്ധിച്ചു അവിടെ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം വഴിപ്പെട്ടില്ല, തയ്യാറായില്ല. അദ്ദേഹം സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ലാത്ത ആളാണ്. അവസാനം ശ്രീ അച്യുതാനന്ദൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നിങ്ങൾ മത്സരിക്കാതെ പാർട്ടി, അതായത് നമ്മുടെ ഇടതുപക്ഷ മുന്നണി അത് തോറ്റുപോയാൽ അത് നിങ്ങൾക്കും അതിൽ ഉത്തരവാദിത്തം ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അത് പന്ന്യൻ്റെ കണ്ണ് ഉറപ്പിച്ചിട്ട് പറഞ്ഞു, ശരി ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ആ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് MP ആവുന്നത്. MP ആയിക്കഴിഞ്ഞിട്ടോ സ്വന്തം കാറില്ലാത്ത ഒരു MP നമ്മൾ കാണാറില്ല. കാരണം ഈ MPമാർക്കൊക്കെ ഈ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കാർ വാങ്ങാൻ ലോൺ കിട്ടും, ബാങ്കുകാർ കൊടുക്കും. ഇവരുടെ MPമാരുടെ ശമ്പളം അതിൽ നിന്ന് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ യഥാർത്ഥത്തിൽ ഈ MPമാരുടെ ആ ടേം കഴിയുമ്പോഴത്തേക്ക് കാർ സ്വന്തമാവും. ഇങ്ങനെ ഈ കാര്യം ശ്രീ ആചാരി, അദ്ദേഹം ലോക്സഭാ സെക്രട്ടറിയാണ്, അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഉണ്ട് സംഭവം, അതുകൊണ്ട് കാർ വാങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ എന്തെന്നറിയോ, കാർ വാങ്ങിച്ചാൽ ഞാൻ അതിൻ്റെ മുതലാളിയായി പോകും. കാരണം അദ്ദേഹം ഓടിക്കത്തില്ല, ഒരു ഡ്രൈവറെ ഇരുത്തി ഓടിക്കണം, മുതലാളിയാവും. അതുകൊണ്ട് മുതലാളിയാവാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇതൊന്നും അല്ലാത്ത ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. പട്ടിണിയാണ് പലപ്പോഴും. അച്ഛനും അമ്മയും 3 മക്കളും ഉള്ള കുടുംബം, വളരെ പ്രാരാബ്ധത്തിൽ ഓലമേഞ്ഞ ഒരു കുടിലെന്ന് പറയാം, ആ രീതിയിലുള്ള ഒരെണ്ണമാണ്. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ അച്ഛൻ 12ാം വയസ്സിൽ അച്ഛനങ്ങ് മരിച്ചുപോയി. അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉച്ചയ്ക്കൊക്കെ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആഹാരമൊക്കെയാണ്, ഏതാണ്ട് വളരെ കാലണ കൊടുത്ത് വാങ്ങുന്ന എന്തോ ആഹാരമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും 12 വയസ്സിൽ അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് വീട് ഏതാണ്ട് വലിയ ബുദ്ധിമുട്ടിലായി, പട്ടിണിയിൽ പോലായി. അവസാനം വൈകുന്നേരമൊക്കെ രാത്രി കഴിക്കുന്നത് ഈ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയാതിരുന്നത്. അപ്പോൾ അത് ഒരു ദിവസം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് തിന്നു കഴിഞ്ഞാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അമ്മ പട്ടിണി, അമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. അന്ന് അദ്ദേഹം സ്കൂളിൽ പോക്ക് നിർത്തിയിട്ട് അദ്ദേഹം കക്കാട് ബീഡി കമ്പനിയിൽ ജോലിക്ക് പോയി. അങ്ങനെ ഒരാഴ്ച ജോലി ചെയ്തപ്പോൾ കിട്ടിയ 50 പൈസ ശമ്പളം കിട്ടി, കൂലി കിട്ടി. അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു, അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അതാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മയാണത്. അപ്പോൾ അതേപോലെ അത്രയും ആ സാഹചര്യത്തിലൊക്കെ പഠിച്ച ആളാണ്, വളർന്നു വന്ന ആളാണ്. ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം അതേപോലെ തന്നെ ഒരു ചെറിയ വീടാണ് ഇപ്പോൾ ഉള്ളത്. അത് മക്കൾ അവർ എന്തോ ജോലിയുണ്ട് അവർക്ക്, അവർ വച്ചേക്കുന്ന വീടാണ്, അതിലാണ് അദ്ദേഹം താമസം. ഇതിപ്പോഴും നടന്ന് അന്തസ്സായിട്ട് എവിടെ വേണമെങ്കിലും ഇറങ്ങി ഈ ഇതേപോലെ ഒരു തോൾ സഞ്ചയമായിട്ട് അങ്ങ് പോകും. പൊതുപ്രവർത്തനമാണ്. പൊതുപ്രവർത്തകർക്ക് ലാളിത്യം വേണമെന്നും സത്യസന്ധത വേണമെന്നും അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അത് ആരടുത്തും ദേഷ്യപ്പെടാറില്ല, വളരെ ചിരിച്ച് വളരെ സരസമായിട്ട് സംസാരിക്കുക, ഇടപെടും. എവിടൊക്കെ എന്തെങ്കിലും ഏത് ഒരു
അപ്പ് ഒരു 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 പൊതുപ്രവർത്തകൻ കടന്നു ചെല്ലേണ്ട എല്ലാ മേഖലകളിലും അദ്ദേഹം പറ്റുന്ന വിധത്തിലെല്ലാം കടന്നു ചെല്ലും, പങ്കെടുക്കും. അപ്പോൾ അത് കാണാനുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു 2 വാചകം പറഞ്ഞിരുന്നില്ലെങ്കിൽ അതൊരു നന്ദികേടാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഞങ്ങൾക്ക് തമ്മിൽ ഒരുപാട് സംസാരിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഒരിടത്ത് വെച്ചെങ്ങാണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ നേരിട്ട്. പിന്നെ ഇത് ഒക്കെ ഇങ്ങനെ പലയിടത്തും നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് കണ്ടേക്കുന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. പരിചയപ്പെടാനൊന്നും ഇടയായിട്ടില്ല. ഏതായാലും നല്ലൊരു വ്യക്തിത്വമുള്ള നല്ല മനുഷ്യൻ. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കാണിച്ചു തന്നു. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സന്നദ്ധ സേവകൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു നേതാവാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തിന് സർവ്വവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഞാൻ നേരുന്നു. പക്ഷേ അത് വെറുതെയാണ്. ഈ ആദ്യം പറഞ്ഞ ആയുരാരോഗ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇരിക്കട്ടെ. പക്ഷേ സൗഭാഗ്യം അത് ആവശ്യമില്ലാത്തൊരു മനുഷ്യനാണ്. അതിൽ ആർത്തിയുള്ള മനുഷ്യനും അല്ല.